ഹായ്, എയ്വൻസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. PSC പരീക്ഷകൾക്ക് ആവശ്യമായ മലയാള വിഭാഗമാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. മലയാളത്തിലെ വചനത്തെപ്പറ്റി നമുക്കിന്ന് പഠിക്കാം. ഏതെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ അത് ഒന്നോ അതിലധികമോ എന്ന് കാണിക്കാൻ ആ നാമത്തിൽ വരുത്തുന്ന രൂപമാറ്റത്തെയാണ് വചനം എന്ന് മലയാള വ്യാകരണത്തിൽ പറയുന്നത്. സംസ്കൃതത്തിൽ 3 വചനത്തെ പറ്റി പറയുന്നുണ്ട്: ഏകവചനം, ദ്വിവചനം, ബഹുവചനം. മലയാളത്തിൽ 2 വചനങ്ങളേ ഉള്ളൂ: ഏകവചനവും ബഹുവചനവും. ഒന്നിനെ മാത്രം കുറിക്കുന്നത് ഏകവചനവും, ഒന്നിൽ കൂടുതലുള്ളതെല്ലാം ബഹുവചനവും. നിങ്ങളൊക്കെ കൊച്ചു ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണെന്ന്. ഇപ്പം അമ്മ, കുട്ടി, പശു തുടങ്ങിയവയൊക്കെ ഏകവചനം. ബഹുവചനമാകുമ്പോൾ മാർ, കൾ തുടങ്ങിയ പ്രത്യയങ്ങൾ ചേർക്കാം. അമ്മമാർ, കുട്ടികൾ, പശുക്കൾ, മലകൾ, മരങ്ങൾ തുടങ്ങിയവയൊക്കെ. ഈ ബഹുവചനത്തെ 3ആയി തിരിക്കാം: സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. സലിംഗം ആദ്യം നോക്കാം. സ എന്ന ഉപസർഗത്തിന് കൂടിയെന്ന് അർത്ഥമുണ്ട്. അപ്പോൾ ലിംഗത്തോട് കൂടിയത്, അതായത് സ്ത്രീലിംഗ, പുല്ലിംഗ, നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് സലിംഗ ബഹുവചനം. അപ്പം ഒന്നുകിൽ അത് സ്ത്രീലിംഗമായിരിക്കും, അതല്ലെങ്കിൽ പുല്ലിംഗമായിരിക്കും, അതല്ലെങ്കിൽ നപുംസകലിംഗമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നദി, അതൊരു നപുംസകമായിട്ട് പറയാം. നദികൾ, മലകൾ. അതുപോലെ സ്ത്രീകൾ, പുരുഷന്മാർ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അധ്യാപകന്മാർ തുടങ്ങിയവയൊക്കെ സലിംഗ ബഹുവചനമാണ്. അതുപോലെ രണ്ടാമത്തത് അലിംഗ ബഹുവചനം. അത് സ്ത്രീലിംഗവും പുല്ലിംഗവും ചേർന്ന് വരുന്നതാണ്. തൊഴിലാളികൾ, അതായത് സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ട്, വ്യത്യാസമില്ല, ലിംഗഭേദമില്ലാത്തത്. അതുപോലെ അധ്യാപകർ, ജനങ്ങൾ തുടങ്ങിയവയൊക്കെ അലിംഗ ബഹുവചനത്തിൽ വരും. അലിംഗ ബഹുവചനം. മൂന്നാമത്തതാണ് പൂജക ബഹുവചനം. അത് ബഹുമാനം സൂചിപ്പിക്കാനായി ഏകവചനത്തിൽ ബഹുവചന പ്രത്യയം ചേർക്കുന്നതാണ് പൂജക ബഹുവചനം. ഒരിക്കൽ കൂടി: ബഹുമാനം സൂചിപ്പിക്കാനായി ഏകവചനത്തിൽ ബഹുവചന പ്രത്യയം ചേർക്കും. അതാണ് പൂജക ബഹുവചനം. ഉദാഹരണം: വൈദ്യർ, ദ്രോണർ, തിരുവടികൾ, സ്വാമികൾ തുടങ്ങിയവയൊക്കെ പൂജക ബഹുവചനത്തിൽ വരുന്നതാണ്. ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് PSCക്ക് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒന്ന് ആണ്: താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചന രൂപം ഏത്? വൈദ്യർ, പണിക്കർ, ആചാര്യർ, സേവകർ. അലിംഗമാകുമ്പോൾ നമുക്കറിയാം 2 ലിംഗവും ചേർന്ന് വരുന്നതാണ്, പൊതുവായി വരുന്നതാണ്. സ്ത്രീലിംഗവും അതിനകത്തുണ്ട്, സ്ത്രീയുണ്ട്, പുരുഷനും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കാം? സേവകർ. അതാണ് ശരി ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചന ഉദാഹരണം. സലിംഗ ബഹുവചനം: സമർത്ഥന്മാർ, നാട്ടുകാർ, സമരക്കാർ, ജനങ്ങൾ. ഇതിനകത്ത് ഏതാണ് സലിംഗം? നാട്ടുകാർ എന്ന് പറയുമ്പം അതിനകത്ത് പുല്ലിംഗവും സ്ത്രീലിംഗവും വരുന്നതാണ്, അപ്പോൾ അലിംഗമാണ്. സമരക്കാർ, ജനം, ഇതൊക്കെ അലിംഗമാണ്. എന്നാൽ സമർത്ഥന്മാർ എന്ന് പറയുമ്പം പുല്ലിംഗത്തെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടത് സലിംഗ ബഹുവചനമായിട്ട് പറയാം, സമർത്ഥന്മാർ. അതുപോലെ അവർകൾ ഏത് ബഹുവചന രൂപത്തിൽപ്പെടുന്നു? വേറെ ക്വസ്റ്റ്യനാണ്. അവർകൾ നമ്മളിപ്പോൾ പഠിച്ചതാണ്. അവർകൾ പൂജക ബഹുവചനം. അതുപോലെ അധ്യാപകർ, ആചാര്യർ, മനുഷ്യർ, അച്ഛന്മാർ, ഇതിൽ പൂജകമേത്?
ഉത്തരം ആചാര്യർ. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ, അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം നടികൾ, അനിയത്തിമാർ, വനദേവതമാർ, പക്ഷികൾ. ഇതിനകത്ത് ഏതാണ്? നടികളാകുമ്പോൾ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുകയാണ്, അപ്പോൾ അത് സ്ത്രീലിംഗമാണ്. അനിയത്തിമാർ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നത് സ്ത്രീലിംഗമാണ്. വനദേവതമാർ ദേവത, അതും സ്ത്രീലിംഗമാണ്. എന്നാൽ പക്ഷികൾ, അതിനകത്ത് ആൺപക്ഷിയും പെൺപക്ഷിയും എല്ലാം വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് അലിംഗ ബഹുവചനമാണ്, പക്ഷികൾ. അതാണ് ശരി ഉത്തരം. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനം ഏത്? സ്വാമികൾ, അവർ, അവൻ, അത്. അതിൽ സ്വാമികളാണ്. മറ്റുള്ളതൊക്കെ സർവനാമമായിട്ട് വരുന്നതാണ്. പൂജക ബഹുവചനം ഏത്? പുഷ്പങ്ങൾ, അധ്യാപകർ, വൈദ്യർ. വൈദ്യർ. ബഹുമാനം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബഹുവചനം ഏത്? ഉത്തരം പൂജക ബഹുവചനം. അപ്പം ഇത് PSC പരീക്ഷയ്ക്ക് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചുള്ള കുറേ ചോദ്യങ്ങളാണ്. അപ്പം ഇതിനകത്ത് നോക്കുമ്പോൾ കൂടുതലും പൂജക ബഹുവചനമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിലേക്കുള്ള ഒത്തിരി കുറേ ഉദാഹരണങ്ങൾ നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. ഏവർക്കും വിജയം ആശംസിക്കും. ഞാൻ നിർത്തുന്നു.